കുട്ടികളുടെ പ്രതിജ്ഞ. എന്റെ രക്ഷകനും ഗുരുവും സ്നേഹിതനുമായ ഈശോയെ, വേദപാഠം വഴിയായി അങ്ങയെ പൂർണ്ണമായി അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും എന്നെ പഠിപ്പിക്കണമേ. അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന പുത്രസ്ഥാനത്തെ അറിഞ്ഞ് വിശുദ്ധിയിൽ വളരുന്നതിനും എന്നെ സഹായിക്കണമേ. അങ്ങേ വിശ്വാസം എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിന് എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുഗ്രഹിക്കണമേ. ശ്രദ്ധയോടും സ്ഥിരോത്സാഹത്തോടും മതപാഠ ക്ലാസുകളിൽ പങ്കെടുക്കാമെന്നും പഠിച്ച പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തി സാക്ഷ്യം നൽകാമെന്നും അങ്ങനെ അങ്ങയെ അറിയുന്നതിന് പരിശ്രമിക്കാമെന്നും സഭയോടൊത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ യൗസേപ്പ് പിതാവേ, എന്റെ കാവൽ മാലാഖയെ, ഈ പുണ്യ കർത്തവ്യത്തിൽ എന്നെ സഹായിക്കണമേ. ആമീൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കണ്ണുകളടയ്ക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അവിടുന്ന് ഞങ്ങളിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനന്തമായ അനുഗ്രഹങ്ങൾക്കും ദാനങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവേ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. അവിടുത്തെ ഹിതമനുസരിച്ച് മാത്രം ചിന്തിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ രൂപിയാൽ ഞങ്ങളെ നയിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. അമ്മേ മാതാവേ, അമ്മ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ വഴി നടത്തണമേ. ഈശോയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. നമ്മളിന്ന് 5-ാം പാഠത്തിന്റെ 3-ാം ഭാഗത്തേക്ക് കടക്കുകയാണ്. നമ്മുടെ പാഠപുസ്തകത്തിന്റെ പേര് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ? എന്താണ്? ക്രിസ്തീയ സാക്ഷ്യം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ജീവിതത്തിന്റെ പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങളെ ഏതു ജീവിത അന്തസ്സിലായാലും ക്രിസ്തീയ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിതം നയിച്ച് ക്രിസ്തുവിന്റെ സാക്ഷികളായി എങ്ങനെ ജീവിക്കാം എന്ന് മനസ്സിലാക്കി തരികയായിരുന്നു ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തികളുടെ ധാർമ്മികത എങ്ങനെ നമുക്ക് കാത്തു സൂക്ഷിക്കാം, നമ്മുടെ വികാരങ്ങളെ എങ്ങനെ ധാർമ്മികമായി കൈകാര്യം ചെയ്യാം, ഈ കാര്യങ്ങളാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ചിന്തകളെ, വാക്കുകളെ, പ്രവൃത്തികളെ എല്ലാം ധാർമ്മികതയ്ക്ക് അടിസ്ഥാനമായി കൈകാര്യം ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ചില സുഹൃതങ്ങളെ കുറിച്ചാണ്. അനുദിന ജീവിതത്തില് നമ്മൾ സാധാരണ ജീവിതത്തില് പല സന്ദർഭങ്ങളിലും ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നാം പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടം പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു. പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുക? പ്രാർത്ഥനക്കാർ എന്ന് സാധാരണ വിശേഷിപ്പിക്കുന്ന ചില ആളുകളുടെ അടുത്തേക്ക് നമ്മൾ പോകും. കുഞ്ഞുങ്ങളെ, മരപ്പണിക്കാരൻ, കൽപ്പണിക്കാരൻ, തെങ്ങേറ്റക്കാരൻ എന്ന് പറയുന്നത് പോലെ ഒരു കൂട്ടരാണോ ഈ പ്രാർത്ഥനക്കാരെന്ന് പറയുന്നത്? പ്രാർത്ഥന ഒരു തൊഴിലായി സ്വീകരിച്ചവരാണ് ഈ പ്രാർത്ഥനക്കാരെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരുടെ അടുക്കിലേക്ക് പോകരുത്. പൈസ കൊടുത്ത് ആരുടെയും പ്രാർത്ഥനാ സഹായം നിങ്ങൾ തേടരുത്. നമ്മൾ പറഞ്ഞു വന്നത് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ദൈവ തിരുമനസ് കണ്ടെത്തുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു. ഈയിടെ ഒരു സ്റ്റാറ്റസ് ഞാൻ കണ്ടു. യൗസേപ്പ് പിതാവ്
ഉറക്കമുണർന്ന് മാലാഖ പറഞ്ഞതനുസരിച്ച് മറിയത്തെ സ്വീകരിച്ചു. ഇതാണ് അതിൻ്റെ അകത്ത് ആദ്യമേ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, യൗസേപ്പിതാവിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവസരത്തിൽ ഉറക്കത്തിൽ തനിക്ക് ലഭിച്ച സന്ദേശം ദൈവ തിരുമനസ്സാണ് എന്ന് മനസ്സിലാക്കി യൗസേപ്പിതാവ് പ്രവർത്തിക്കുകയായിരുന്നു, അല്ലേ? അപ്പോൾ അതിലെ സ്റ്റാറ്റസിൽ പറയുന്നത് എങ്ങനെയാണ്? ഉറക്കത്തിൽ കണ്ടതിനെ കുറിച്ച് യൗസേപ്പിതാവ് ചിന്തിച്ചുകൊണ്ട് ചിന്താവിഷ്ടനായി ഇരുന്നില്ല. ആരുമായും ഡിസ്കഷന് പോയുമില്ല. മറിച്ച് തന്റെ മനസ്സാക്ഷിയുടെ പ്രേരണയനുസരിച്ച് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. ഇതാണ് അതിനകത്ത് പറയുന്നത്. ഏതുറക്കത്തിൽ നിന്നും ഉണർന്നാലും ഏതൊരവസ്ഥയിലും ദൈവത്തിന്റെ തിരുമനസ്സ് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നതാണ് അവിടെ യൗസേപ്പിതാവിന്റെ പ്രത്യേകത. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആലോചന വന്നു. എങ്ങനെയാണ് യൗസേപ്പിതാവിന് ഇത് സാധിച്ചത്? യൗസേപ്പിതാവിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? യൗസേപ്പ് നീതിമാനായിരുന്നു. യൗസേപ്പ് നീതിമാനായിരുന്നു. ഈ ഒരു വാചകത്തെക്കുറിച്ച് നമ്മളൊന്ന് ശരിക്കും ചിന്തിക്കണം. തന്റെ പ്രവൃത്തികളെല്ലാം നീതിപൂർവകമായിരിക്കണം എന്ന രീതിയിൽ യൗസേപ്പിതാവ് തന്റെ മനസ്സാക്ഷിയെ രൂപപ്പെടുത്തി എടുത്തിരുന്നു എന്നതിനാലാണ് ദൈവത്തിന്റെ ഇഷ്ടം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയ ഒരു ഗുണമല്ല. തന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം നീതിപൂർവകമായിരിക്കണമെന്ന് യൗസേപ്പ് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുകയും ചെയ്തതിന് നിന്നാണ് യൗസേപ്പിതാവിന് എന്ത് പേര് കിട്ടിയത്? യൗസേപ്പിതാവ് നീതിമാനായിരുന്നു എന്നത് പേര് കിട്ടിയത്, അല്ലെ? അപ്പോ ആ അനുദിനമായ നിരന്തരമായ പരിശ്രമത്തിലൂടെ നേടിയെടുത്ത ഒരു കൃപയാണ്, അനുഗ്രഹമാണ് ഈ നീതിമാൻ എന്ന പേര്. അതാണ് അദ്ദേഹത്തെ ഈ ഒരു ഉറക്കത്തിലുള്ള സന്ദേശം പോലും ദൈവ തിരുമനസ്സാണ് എന്ന് മനസ്സിലാക്കി തീരുമാനത്തിലെത്താനായിട്ട് സഹായിച്ചു. നമുക്കും ഇത് സാധ്യമാകാൻ നമ്മെ സഹായിക്കുന്ന ചില സുഹൃതങ്ങളാണ് നാം ഇന്നിവിടെ പഠിക്കുക. അതായത് നമ്മളുടെ അനുദിന ജീവിതത്തിലും ഇങ്ങനെ ഉണ്ടാവുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവ തിരുമനസ്സനുസരിച്ച് തീരുമാനത്തിലെത്തുവാൻ, അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ചില സുഹൃതങ്ങളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇനി ആദ്യമേ എന്താണ് സുഹൃതം എന്ന് പറയുന്നത്? നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 112 പേജിലെ ആദ്യത്തെ സെന്റൻസ് തന്നെ ഇതാണ്: നന്മ ചെയ്യുന്നത് ശീലമാക്കിയ സുസ്ഥിര മനോഭാവമാണ് സുഹൃതം. ഒരിക്കൽ കൂടി പറയണം: നന്മ ചെയ്യുന്നത് ശീലമാക്കിയ സുസ്ഥിര മനോഭാവമാണ് സുഹൃതം. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? സുഹൃതം എന്നത് ഒരു ശീലമാണ്, അല്ലെ? അത് നമുക്ക് മനസ്സിലായി. സുഹൃതം എന്നത് ഒരു ശീലമാണ്. അതൊരു സുപ്രഭാതത്തിൽ നമുക്ക് കിട്ടുന്ന കാര്യമല്ല. അതൊരു ശീലമായിരിക്കണം. ഒരു കാര്യം ശീലമാകുന്നത് എപ്പോഴാണ്? ആ പ്രവൃത്തി നമ്മൾ തുടർച്ചയായി പതിവായി ചെയ്യുമ്പോഴാണ് അതൊരു ശീലമാകുന്നത്, അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ശീലമാകുന്നത് എപ്പോഴാണ്? നമ്മൾ തുടർച്ചയായി അത് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, അല്ലേ? നന്മ ചെയ്യുന്നത് ശീലമാക്കുകയും അത് സുസ്ഥിരമാക്കുകയും. എന്താണ് സുസ്ഥിരമാക്കുക എന്നാല്? ആ ശീലം ഒരു സ്ഥിരമാക്കുക, അത് കണ്ടിന്യൂ ചെയ്യുക. അതിനെയാണ് നമ്മൾ സ്ഥിരമാക്കുക എന്ന് പറയുന്നത്. കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് അത് ഒരു സുഹൃതമായിട്ട് മാറുന്നത്. നന്മ ചെയ്യുന്നത് ശീലമാക്കി അത് ജീവിതത്തിൽ സ്ഥിരമായി കാത്തു സൂക്ഷിക്കുമ്പോഴാണ് അത് ഒരു സുഹൃതമായി മാറുന്നത്. അപ്പൊ മനസ്സിലായല്ലോ? നന്മ ചെയ്യുന്നത് ഒരു ശീലമാക്കുക, അത് ആവർത്തിച്ച് ചെയ്യുക. നമ്മളുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും
നന്മ ചെയ്യുക എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുകയും അല്ലെങ്കിൽ ആ ഒരു പ്രേരണ ഉണ്ടാവുകയും അതൊരു ശീലമാക്കുകയും സ്ഥിരമായി നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു സുഹൃതം അത് നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് മാറും. അത് സുഹൃതമെന്ന് നമ്മൾ പറയുന്നു. ഇപ്രകാരം നമ്മൾ ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ട ചില സുഹൃതങ്ങളാണ് താഴെ പറയുന്നത്. ധാർമ്മിക ജീവിതത്തിന്റെ അടിസ്ഥാന ശിലകളായി നിൽക്കുന്ന, അല്ലെങ്കിൽ ധാർമ്മിക ജീവിതത്തിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന, അതിന് അത്രയ്ക്ക് പ്രാധാന്യമുള്ള സുഹൃതങ്ങൾ ആയതുകൊണ്ട് ഇതിനെ മൗലിക സുഹൃതങ്ങൾ എന്ന് വിളിക്കുന്നു. നിങ്ങളിത് താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. കാർഡിനൽ വിർച്യൂസ് അല്ലെങ്കിൽ മൗലിക സുഹൃതങ്ങൾ എന്ന് പറയുന്നു. ഏതൊക്കെയാണത്? വിവേകം, നീതി, മനസ്ഥൈര്യം, സംയമനം. വിവേകം, നീതി, മനസ്ഥൈര്യം, സംയമനം. ഈ നാലും ആണ് മൗലിക സുഹൃതങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഇനി എന്താണ് വിവേകം? വിവേകം അഥവാ ജ്ഞാനം എന്ന് പറയുന്നത് ജീവിത സാഹചര്യങ്ങളിൽ ശരിയേതെന്ന് തിരിച്ചറിഞ്ഞ് അത് നേടാൻ ശരിയായ മാർഗം തിരഞ്ഞെടുക്കുവാൻ നമ്മുടെ ബുദ്ധിയെ സഹായിക്കുന്നതാണ് വിവേകം. നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ 112-ാമത്തെ പേജിൽ 4ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, വിവേകം അഥവാ ജ്ഞാനം എന്ന് പറയുന്നത് ജീവിത സാഹചര്യങ്ങളിൽ ശരിയേതെന്ന് തിരിച്ചറിഞ്ഞ് അത് നേടാൻ ശരിയായ മാർഗം തിരഞ്ഞെടുക്കുവാൻ നമ്മുടെ ബുദ്ധിയെ സഹായിക്കുന്ന സുഹൃതമാണ് വിവേകം. ഈ ഒരു സുഹൃതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ അത്യാവശ്യമായ ഒന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? ഇങ്ങനെ വേണ്ടത് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ചെയ്യുവാൻ നമുക്ക് കഴിയുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, അല്ലേ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് യാതൊരു കുഴപ്പമില്ല, അല്ലേ? നമ്മൾ ആകെ നല്ല ഹാപ്പി ആയിരിക്കും, അല്ലേ? എങ്ങനെയാണ് ഈ സുഹൃതം നമുക്ക് കൈവശമാക്കാൻ സാധിക്കുക? ഈ വിവേകം എന്ന സുഹൃതം നമുക്ക് എങ്ങനെയാണ് കൈവശമാക്കാൻ സാധിക്കുക? നമ്മുടെ എല്ലാ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ദൈവത്തിന്റെ ഇഷ്ടത്തിന് അനുയോജ്യമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുക. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് മാത്രം ഞാൻ ചിന്തിക്കാൻ ഇടവരട്ടെ, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് മാത്രം ഞാൻ സംസാരിക്കാൻ ഇടവരട്ടെ, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് മാത്രം ഞാൻ പ്രവർത്തിക്കാൻ ഇടവരട്ടെ എന്നുള്ള ഒരു ചിന്ത അല്ല ഒരു മനോഭാവം എപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുകയും പരിശുദ്ധാത്മാവിനോട് യാചിക്കുകയും ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ് വിവേകം. എന്താണിത് പറയാൻ കാരണം? പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം, അല്ലെ? നമ്മളിത് അടുത്ത ഭാഗത്തിൽ നമ്മളത് വിശദമായിട്ട് പഠിക്കുന്നുണ്ട്, അല്ലെ? പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ ഏറ്റവും ആദ്യത്തേതാണ് ജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്നതാണ് ഈ വിവേകം. നമുക്ക് ആരിൽ നിന്നെങ്കിലും ഒരു ദാനം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരോട് എന്നിട്ട് യാചിക്കണം, ചോദിക്കണം, അല്ലേ? ചോദിച്ചാൽ കിട്ടുന്ന ദാനം കൊടുക്കുന്നത് അല്ലെങ്കിൽ ദാനം നമുക്ക് ലഭിക്കാനായിട്ട് നമ്മൾ ചോദിച്ചാൽ മതി. പരിശുദ്ധാത്മാവിന്റെ ദാനം എന്ന് പറയുന്നത് ചോദിക്കുന്നവർക്ക് കൊടുക്കാനുള്ളതാണ്, അല്ലേ? അപ്പൊ നമ്മൾ യാചിച്ചാൽ കിട്ടുന്നതാണ് ദാനം. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിവേകം അഥവാ ജ്ഞാനം. ഈ വിവേകം അല്ലെങ്കിൽ ജ്ഞാനം നമുക്കുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവിനോട് യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ആയിരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുന്ന സുഹൃതമാണ് വിവേകം എന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്തിട്ട് മൗലിക സുഹൃതങ്ങൾ, കാർഡിനൽ വിർച്യൂസ് 4 ഉള്ളത് ഞാൻ പറഞ്ഞത്, അത് എഴുതി അതിന്റെ പോയിന്റുകൾ മാത്രമേ എഴുതി വാട്സാപ്പ് ചെയ്യുക. എല്ലാവരും കണ്ണുകളടയ്ക്കുക. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, അവിടുത്തെ അരൂപിയാൽ നയിക്കപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളോട് കൂടി ഉണ്ടായിരുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിവേകം എന്ന സുഹൃതം ഞങ്ങളിൽ വളർന്നു വരുന്നതിന് ദൈവമേ അങ്ങേ
പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. അമ്മേ മാതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായത്തിനും നന്ദി പറയുന്നു. ഞങ്ങളെ അനുദിനം അമ്മയെ കാത്തുകൊള്ളണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.